ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലേണിംഗ് മാജിക്. നമ്മൾ കിസ്സിംഗ് ഹാൻഡ് എന്ന ലെസൺ പഠിച്ചു, അതിൻ്റെ ക്ലോസർ നോക്കി. ഇനി നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. ഇത് നമുക്ക് ബുക്കിൽ എഴുതാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യമാണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. അതായത് നമ്മൾ പഠിച്ച കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ നിന്നും ഏതെങ്കിലും വാക്ക് ചൂസ് ചെയ്തിട്ട് അതിനെ ആക്ട് ചെയ്യുക. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ അത് കണ്ടെത്തട്ടെ, അതെന്താണ് ഊഹിച്ച് കണ്ടെത്തട്ടെ. നിങ്ങൾ ആക്ട് ചെയ്യുന്ന വേർഡ് ഏതാണെന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗസ് ചെയ്ത് കണ്ടെത്തട്ടെ. ഈഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഗസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ദേ വിൽ ബി ദ വിന്നേഴ്സ്. അവരാണ് ജയിച്ചത്. അവർക്ക് ഊഹിച്ച് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ജയിച്ചു, കാരണം അത് അവരുടെ കഴിവാണല്ലോ. ഈഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ വാക്ക്, നിങ്ങൾ എന്ത് വാക്കാണോ അനുകരിച്ചത്, അഭിനയിച്ച് കാണിച്ചത്, ആ വാക്ക് എന്താണെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി ദ വിന്നർ. അവർ പരാജയപ്പെടുകയും നിങ്ങൾ ജയിക്കുകയും ചെയ്യും. കാരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ കഴിവുകളും നിങ്ങളാണല്ലോ ജയിക്കുന്നത്, ആക്ട് ചെയ്തയാളാണല്ലോ ജയിക്കുന്നത്. അത് നിങ്ങൾക്ക് ക്ലാസ്സുള്ള സമയങ്ങളിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിൽ എല്ലാവരും കൂടി ചേർന്ന് വെറുതെ ജസ്റ്റ് ഇങ്ങനെ കളിച്ച് നോക്കാവുന്ന ഒരു ഗെയിം പോലെയുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2, അതിൽ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി ഹാവിൻ ടു. ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിംഗ്സ്. Some of his feelings are given below in column A. Match them with the suitable emoji given in column B. അതായത് നിങ്ങൾ ഈ സ്റ്റോറി വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ എൻജോയ് ചെയ്തോ? ഇൻ ദ സ്റ്റോറി, ഈ സ്റ്റോറിയിൽ ചെസ്റ്റർ റക്കൂൺ ഒരു എക്സ്പീരിയൻസസ്, ഡിഫറെൻറ്റ് ഫീലിങ്സ്, അതായത് ഈ പാഠഭാഗത്തിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിങ്സിലൂടെ കടന്നുപോയി റക്കൂൺ. അല്ലേ, ആദ്യമേ സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. അവൻ്റെ അമ്മ ഒരു സീക്രട്ടൊക്കെ പറഞ്ഞ്, ഒരു കഥയൊക്കെ പറഞ്ഞ് അവനെ ഒരു കിസ്സിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞ സീക്രട്ടൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ അവൻ സ്കൂളിൽ പോകാനായിട്ട് തയ്യാറാകുന്നു. അമ്മയുടെ കയ്യിൽ ഒരു കിസ്സിംഗ് ഹാൻഡ് അവനും തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നു. അങ്ങനെ പല പല ഫീലിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. അതിൽ കുറച്ച് ഫീലിങ്സ് എ എന്ന കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കോളത്തിൽ മാച്ച് ദം വിത്ത് സ്യൂറ്റബിൾ ഇമോജി, കുറേ ഇമോജികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കോളം എയിൽ കൊടുത്തിരിക്കുന്ന ആ ഫീലിങ്സുമായിട്ട് മാച്ച് ആകുന്ന ഇമോജി ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റ് നോക്കാം. വെൻ ഹീ ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്, അതായത് അവന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമുക്കൊക്കെ സന്തോഷമല്ലേ. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് പുതിയ ക്ലാസ്സിലേക്ക്, ഇപ്പോൾ 4th സ്റ്റാൻഡേർഡിൽ നിന്ന് 5th കയറി കഴിയുമ്പോൾ പുതിയ കുട്ടികളൊക്കെ ജോയിൻ ചെയ്യാറുണ്ട് മറ്റ് സ്കൂളുകളിൽ നിന്ന്. അപ്പോൾ നമുക്ക് സന്തോഷമല്ലേ, ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് സന്തോഷം വരും, പുതിയ ഫ്രണ്ട്സിനെ സൃഷ്ടിക്കുമ്പം അല്ലേ. അപ്പോൾ വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്, അപ്പോൾ അവന് സന്തോഷമുള്ളൊരു കാര്യമാണ് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നത്. അപ്പം ഏത് ഇമോജി ആയിരിക്കാം കൊടുക്കുന്നത്? സന്തോഷമുള്ള ഹാപ്പി ഇമോജി ആയിരിക്കാം. അപ്പോൾ അതേതാണ്? ആ 4 ഇമോജിയിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നുന്ന ഇമോജി എന്ന് പറയുന്നത് സെക്കൻഡ് വൺ, രണ്ടാമത്തെ ഇമോജിയാണ് ഹാപ്പി ആയിട്ട് വരുന്ന ഇമോജി. ഇനി നെക്സ്റ്റ് എ കോളത്തിൽ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പക്ഷേ അവന് ആദ്യമേ സ്കൂളിൽ പോകാനൊക്കെ മടിയായിരുന്നപ്പോൾ അവൻ അമ്മയോട് പറയുന്നുണ്ട് അവന് ഇതൊക്കെ പേടിയാണെന്നുള്ളൊരു രീതിയിലായിരുന്നു അവന്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പുതിയ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ പേടിയാണെങ്കിൽ പേടിയുടെ ഇമോജി ഏതാണ്? ഏറ്റവും ലാസ്റ്റ് വരുന്ന ഇമോജിയാണ് പേടിച്ച് നിൽക്കുന്ന ഒരു ഇമോജി. പിന്നെ പറഞ്ഞ വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, അവൻ്റെ അമ്മ അവനെ സ്കൂളിലേക്ക് പോകാനായിട്ട് നിർബന്ധിക്കുന്നത് ഏറ്റവും മുകളിലത്തെ ഇമോജിയാണ്. ഇനി വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്, അവൻ്റെ അമ്മയുടെ ചുംബനം കിട്ടുമ്പം അതുമായിട്ട് സാമ്യം വരുന്ന ഇമോജി ഏതാണ്? മൂന്നാമത്തെ ഇമോജി, ബി കോളത്തിൽ മൂന്നാമത്തെ ഇമോജി. അത് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കൂ. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദ കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. അതായത് ഒരു കിസ്സിംഗ് ഹാൻഡ് പോലെ നമ്മുടെ കൈപ്പത്തി വെച്ചിട്ട് ട്രേസ് ചെയ്ത് ഒരു പേപ്പറിൽ വരയ്ക്കുക. ഇതൊക്കെ എല്ലാ കുട്ടികളായിരിക്കുന്ന സമയങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ പേപ്പർ കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് വിരലിനെ കൂട്ടി ട്രേസ് ചെയ്ത് വരച്ച് കൈപ്പത്തി വയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ചെയ്യാനാണ് ആക്ടിവിറ്റി 3യിൽ പറയുന്നത്. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലൗഡ് വൺസ്. അതിൻ്റെ മെസ്സേജ് കൂടെ നമുക്ക് ചേർക്കാം. ആർക്ക് കൊടുക്കാനാണ്? നമുക്ക് ഏറ്റവും സ്നേഹിക്കുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കൊടുക്കാനായിട്ട് അതിൽ ഒരു മെസ്സേജും കൂടെ നമുക്ക് ചേർക്കാം. സ്പെഷ്യൽ മെസ്സേജ് ആഡ് ചെയ്യാം. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദ മോർ അട്രാക്റ്റീവ്. പെയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രയോൺസൊക്കെ വെച്ച് കളറൊക്കെ അടിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ അട്രാക്റ്റീവ് ആക്കാം. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം.
അത് നമ്മുടെ ക്ലാസ് റൂമിൽ എക്സിബിഷനായിട്ട് എല്ലാവരും ചെയ്തതൊക്കെ പ്രദർശിപ്പിക്കാനായിട്ട് നമുക്കത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അതും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്കത് ചെയ്തു നോക്കാവുന്ന ഒരു എല്ലാവർക്കും താല്പര്യത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. Some events from the story are given below in a jumbled way. ക്രമത്തിനല്ലാതെ വെച്ചിരിക്കുകയാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്രമത്തിനല്ലാതെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ സ്പേസ് പ്രൊവൈഡഡ്. നമ്മൾ തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതണം. ഇത് മാർക്ക് ചെയ്തേക്കുന്നത് എൻ്റെ മോനെ സ്കൂളിൽ പോകുന്നതിൻ്റെ ടൈമിൽ ഹോംവർക്ക് ചെയ്തതാണ്, എങ്കിലും അതൊന്നുകൂടെ പറയാം. ഇത് ക്രമത്തിലല്ല നമ്മളിത് കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ ക്രമത്തിലാക്കി അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മിസ് റാക്കോൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അപ്പം ഞാനൊരു വണ്ടർഫുൾ സീക്രട്ട് പറയാമെന്ന് പറയുന്നത് അതൊരിക്കലും ഫസ്റ്റ് ലൈൻ ആവാൻ വഴിയില്ല അല്ലേ. ജസ്റ്റ് ടു ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം, അത് ആവാൻ വഴിയില്ല. അപ്പോൾ ആദ്യം ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചെസ്റ്റർ സ്കൂളിൽ പോകാൻ മടിയാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത് കൊണ്ടായിരുന്നു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമ്മുടെ മൂന്നാമത്തെ ഭാഗത്ത് വരുന്നുണ്ട്. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹമില്ല എന്ന് ചെസ്റ്ററിൻ്റെ അമ്മയോട് പറയുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് ലൈൻ. അപ്പോൾ ചെസ്റ്ററിൻ്റെ അമ്മ എന്ത് പറയും, എന്താണ് നമ്മുടെ ഓൾഡ് സീക്രട്ട് പറയും അല്ലേ, കിസ്സിങ് ഹാൻഡ് എന്നുള്ള സീക്രട്ട് പറയും. അതാണ് ഏറ്റവും മുകളിൽ കാണിക്കുന്നത്. മിസ്റ്റർ റാക്കോൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അപ്പോൾ അത് രണ്ടാമത്തെ ക്രമത്തിൽ വരും. അപ്പോൾ മൂന്നാമത് എന്താണ് സംഭവിക്കുന്നത്, മിസ്റ്റർ റാക്കോൺ സീക്രട്ട് പറഞ്ഞ ശേഷം അതെങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മിസ്റ്റർ റാക്കോൺ കിസ്ഡ് ചെസ്റ്റേഴ്സ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം, എൻ്റെ കൈപ്പത്തിയിൽ ഉമ്മ വയ്ക്കുന്നു. അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെയാണ് ചെസ്റ്റർ ടു ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം, അവളുടെ ഉള്ളംകൈയിലും ഉമ്മ കൊടുക്കുന്നു. ലാസ്റ്റത്തെ വരുന്നതാണ് കണ്ടോ, 1 2 3 നാലാമത്തെ സെക്ഷനിൽ വരുന്നത് ചെസ്റ്റർ ഡാൻസ് ഹിസ് വേ ടു സ്കൂൾ അറ്റ് ഹിസ് മദേഴ്സ് മാച്ച്. അതായത് ചെസ്റ്റർ ഡാൻസ് കളിച്ച് പോകുന്നത് അമ്മ നോക്കി നിൽക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ളതാണ്.